സൂപ്പറായിട്ടു. മഴയും നനഞ്ഞു പോലെ എങ്ങോട്ട് പോകാമെന്ന് ഓർക്കണ്ടായിരിക്കും. രാവിലെ ഇതുണ്ട്, ഒരു കൊട്ടയുണ്ട്, നമുക്ക് ചെറിയൊരു പരിപാടി ഇന്നുണ്ട്. ഒരു നട്ടർമീൻ കിട്ടിയായിരുന്നു, ചൂണ്ടയിട്ട് പിടിച്ചതല്ല, മേടിച്ചാ. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് മണലിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം എന്നുണ്ട്. കഴിഞ്ഞ ദിവസമേ ഞാനൊരു വീഡിയോ കണ്ടു, മണലിൽ ചിക്കൻ ചുടണം. അപ്പോൾ മീനൊന്നും അങ്ങനെ ചുട്ടു നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇവിടെ മണൽ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മണൽ ഖനനം ആരംഭിക്കാം. ഇത്രയും വേണോ? കൂടിപ്പോയോ ലേശം? വന്ന പോലെയല്ല, ഇതിനിപ്പോൾ കനം കൂടി. ഇല്ല, സീനില്ല. അപ്പോഴേ ഇനി നമുക്ക് മീനൊന്ന് സെറ്റാക്കി എടുക്കണം. അവിടെ ഇരിക്കൂടെ. ഇനി നമുക്ക് മണലൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിതാ ഉരുളിയെടുത്ത് അപ്പോൾ മണൽ ഇട്ട് കൊടുക്കുക. ഇത് മണലിടുമ്പോൾ പൊട്ടി തെറിക്കോ വെള്ളമുള്ളതുകൊണ്ട് ഇതിൽ ഇച്ചിരി ഇട്ട് വെക്കാം. ഇച്ചിരി ധൈര്യം കൂടുതലാണ്. സീനൊന്നുമില്ല. അത് ഒച്ചയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സൈലൻസറിലൊക്കെ ചൂടായിട്ടിരിക്കണ സൈലൻസറിലൊക്കെ വെള്ളം ചാടില്ലേ, അന്നേരം കേൾക്കണ ഒരു ഒച്ചയൊക്കെ കേൾക്കണ്ട്. ആവി പറക്കണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ മണലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ. ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട് സാധനം. നമുക്കിന്ന് രാവിലെ നമ്മുടെ മീൻകാരൻ കൊണ്ടുവന്ന് തന്നതാണ്. അടിപൊളി, നല്ലൊരു നട്ടർ മീൻ. ഇവിടെ നമ്മൾ മീനിൽ ഉപയോഗിക്കാൻ പോണ മസാല നമ്മുടെ മുളക് ചമ്മന്തിയാണ്. അതിനായിട്ട് കുറച്ച് വറ്റൽമുളകും ചുവന്നുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വറുത്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ മുളക് ചമ്മന്തി റെഡി. നമ്മൾ ആ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വറുത്തെടുത്ത ആ എണ്ണയും കൂടിയും ഇട്ടിട്ടാണിത് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മീനിലേക്ക് തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി, മുളക് ചമ്മന്തി. അങ്ങനെ നമ്മുടെ മണലിലെ വെള്ളമൊക്കെ പോയി നല്ല ചൂടായി വന്നിട്ടുണ്ട് മണൽ.
മണലിൽ കൈ തൊട്ടാൽ ഫുള്ള് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ മീനിനെ ഒന്ന് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി ഇതേ പ്ലേറ്റാണ് കിട്ടിയത്. ഫോയിൽ പേപ്പർ 300 രൂപ കണ്ടാവും. അങ്ങനെ ഒരു വലിയ റോളായിട്ടാണ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പ്ലേറ്റ് മേടിച്ചേക്കുവാണ്. ബിരിയാണിയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടണ കൂട്ട്. ഇതിന് 10 എണ്ണം മേടിച്ചു 50 രൂപ. അപ്പോൾ ഈ പ്ലേറ്റിൽ അത് കഴിഞ്ഞിട്ട് വാഴയില പൊതിഞ്ഞിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് മീനിനെ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് മണലിൽ മൂടി ഇടാം. കുറേ നാളായി മതിലൊക്കെ ചാടിയിട്ട്. യെസ്, ഇവിടെ നിന്നൊരു വെട്ട്. വീട്ടേക്കാം. അപ്പോൾ ആ ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇവിടെ വെച്ചാൽ മതിയോ? മതിയാവൂലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനെടുത്ത് പൊതിഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് ഇനി നമ്മളിത് നമ്മുടെ പ്ലേറ്റ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പരത്തി എടുത്ത പ്ലേറ്റ് ഇതിൽ ഒന്ന് സെറ്റ് ചെയ്യണം. 10 പ്ലേറ്റ് ഉണ്ട്. ഒരെണ്ണത്തിൽ 5 എണ്ണം വെച്ച് ചെയ്യാം. മറ്റേ ഫോയിൽ പേപ്പർ ആണെങ്കിൽ എളുപ്പമായിരുന്നു. ഇത് പ്ലേറ്റ് കുഴപ്പമില്ല. കൈ മുറിയാണ്ട് നോക്കണം ഈ പ്ലേറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് പ്ലേറ്റായി. നൂൽക്കമ്പിക്ക് ചുറ്റിയെടുക്കണം. നൂൽക്കമ്പി ഇല്ലെങ്കിൽ നമുക്ക് വയറുടെ അകത്തുനിന്ന് ചെമ്പമ്പി എടുത്തിട്ട് ചുറ്റാം. അങ്ങനെ എന്തെങ്കിലും സാധനം. ഇതിപ്പോൾ അങ്ങനെ ചുറ്റിയില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. എന്നാലും മണലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീനിനെ എടുത്ത് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മണലും ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് വകഞ്ഞേക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീനിനെ ഇതിനകത്തേക്ക് ഇടാം. ഇവിടെ ഇരുന്നു സൈഡിലേക്ക്. മണലിടുമ്പോഴത്തേനും ഒരു സൗണ്ട് കേട്ടോ. മണലതുപോലെ ചൂടാണ്. കറക്റ്റ് വെയിറ്റിംഗ് ആണ്. ഒരു 11 മണിക്ക് വെച്ചതാണ്. ഇപ്പോൾ സമയം 4 ആയിട്ടുണ്ട്. ഇത്രയും നേരം ഇരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി തീയൊന്നും കത്തിച്ചു കൊടുക്കില്ല. ഇടയ്ക്ക് 2 പേർക്ക് വെച്ചേ ഉള്ളൂ. പിന്നെ ഒന്ന് തിരിച്ചിട്ടായിരുന്നു കേട്ടോ മീൻ. എന്താണെങ്കിലും നമുക്ക് എടുക്കാം. ഈ പാത്രം ചൂടില്ല. പിന്നെ നമുക്ക് മീൻ എടുത്ത് ഇതിനകത്തേക്ക് ഇടാം.
അപ്പോൾ ഇനിയാണ് പണി. ഇത് തുറന്ന് നോക്കാൻ പോവുക. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കാനും. പിന്നെ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു പച്ച ചമ്മന്തി മുളകിൻ്റെ. ഇത് തുറന്ന് നോക്കാൻ പോവാണ്. എന്താവോ ഇത്? നല്ല ചൂടുണ്ട് കേട്ടോ. മണൽ കുറച്ചുകൂടെ കോട്ടിങ് കൊടുക്കായിരുന്നു. ചൂടതി വേഗം ചൂട് രക്ഷയില്ല. അതേ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. നല്ല ചൂടുമുണ്ട്. ദേ സൂപ്പർ. ചൂട് കൈ പൊള്ളി പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മീൻ നല്ല വെൽ കുക്ക്ഡാണ് കേട്ടോ. നല്ല ഭയങ്കര ചൂടാ. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചൂട് കാരണം ഒരു രക്ഷയില്ല. ഒരു കഷ്ണം കപ്പ നമ്മുടെ ചമ്മന്തിയിലും കൂടി ഒന്ന് ഇട്ടേക്കാം. സോളു ഉപ്പാടു. സംഭവം അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ ഇതുപോലത്തെ വീഡിയോകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.